ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ വിള്ളലുണ്ടായ മണത്തലയിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. സിറ്റി പോലീസ് കമ്മീഷണറും ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘവുമാണ് പരിശോധന നടത്തിയത്. വിള്ളലിന്റെ ആഴമറിയാൻ മണ്ണ് പരിശോധന ഉൾപ്പെടെ നടത്തണമെന്ന് വിദഗ്ധ സംഘം കളക്ടറെ അറിയിച്ചു. പരിശോധനയ്ക്കുള്ള സാമ്പിൾ ഇന്നു തന്നെ ശേഖരിക്കും. പരമാവധി വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും. നാളെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേരും. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജെയ്സൺ, ആ വിള്ളലിന്റെ ഭാഗമൊക്കെ ഇന്നലെ മൂടുന്നതല്ലേ നമ്മൾ കണ്ടത്? എന്തൊക്കെ പരിശോധനകൾ നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? വിദഗ്ധ സംഘം കളക്ടറോട് അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? രോഷ്നി, കഴിഞ്ഞ ദിവസമാണ് ഈ ദേശീയപാതയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ വലിയ തോതിൽ വിള്ളൽ അനുഭവപ്പെട്ടത്. ഇവിടെ ടാറിങ് കഴിഞ്ഞതിന് ശേഷമാണ് വിള്ളൽ കണ്ടത്. പിന്നീട് അത് കഴിഞ്ഞ ദിവസം പൊടിയിട്ടും ഇന്നലെ രാത്രി ടാറ് ഒഴിച്ചും അത് ഓട്ട അടയ്ക്കുന്ന സ്ഥിതിയുണ്ട്, അതായത് വിള്ളൽ തീർക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അത് സുരക്ഷിതമല്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ ദേശീയപാത അതോറിറ്റിയോടും പോലീസിനോടും വിശദമായ റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് ഇവിടെ എത്തി പരിശോധന നടത്തി. ഇവിടെ നിന്ന് മണ്ണ് ശേഖരിച്ച് സോയിൽ ടെസ്റ്റ് നടത്തും. പിന്നീട് തുടർ നടപടികൾ എന്ത് വേണമെന്ന കാര്യത്തിൽ പിന്നീട് എടുക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂൾ തുറക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് താഴെ കൂടി ഇത് ഏകദേശം 15 അടി ഉയരത്തിലാണ് ഈ റോഡ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അരികിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. സ്കൂളുകൾ തുറന്നാൽ കൂടുതൽ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ തിരിച്ചുവിടാനായിട്ടുള്ള മാപ്പ് പോലും തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ അതീവ സുരക്ഷിതമായി വരും ദിവസങ്ങളിൽ ഈ മേഖലയെ ആക്കുക, അതോടൊപ്പം തന്നെ ഈ വഴിയിലൂടെയുള്ള യാത്രകൾ സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യപടി എന്ന നിലയിൽ മണ്ണ് പരിശോധന നടത്തുന്നു. പിന്നീട് ആവശ്യമെങ്കിൽ ഈ ഭാഗം പൊളിച്ചു നീക്കി വീണ്ടും നിർമ്മിക്കുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകൂ. തുടർ നടപടികൾ എന്ത് വേണമെന്ന കാര്യത്തിൽ നാളെ തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടാകും. റോഷ്നി, ജെയ്സൺ, ഇതിപ്പോൾ മലപ്പുറത്ത് തന്നെ ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കടുത്ത നടപടി സ്വീകരിച്ചത്. ഈ കരാർ കമ്പനിക്കെതിരെയും ദേശീയപാത അതോറിറ്റിക്കാണെങ്കിലും കടുത്ത വിമർശനവും കടുത്ത നടപടി അവർക്കെതിരെ സ്വീകരിച്ച ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. സംസ്ഥാനത്ത് തന്നെ പല ജില്ലകളിലായി പല ദേശീയപാതകളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പരാതികൾ, വിള്ളലുകൾ, സൈഡിലുള്ള പാത ഇടിഞ്ഞു വീഴൽ, ഇങ്ങനെ തുടരെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളും മണിക്കൂറുകളുമാണ്. അപ്പോൾ ഇത് നിർണായകമായി തന്നെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ടെന്നും ഉള്ള വിലയിരുത്തൽ അതിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നിരിക്കുന്നു, അല്ലേ? രോഷ്നി, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് കാര്യമായ തോതിൽ ഏകദേശം 50 മീറ്ററിലധികം ദൂരം വിള്ളൽ ഉണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് ആ വിള്ളൽ അത്ര ഗൗരവമുള്ളതല്ല എന്ന നിലപാടാണ് ആദ്യം കരാർ കമ്പനി എടുത്തത്. പക്ഷേ പിന്നീട് അത് വലിയ വിവാദമാവുകയും സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ശക്തമാവുകയും വാർത്താമാധ്യമങ്ങളിലൂടെ അത് ശക്തമായ വിഷയമായി ഉന്നയിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ ഇന്നലെ തന്നെ അടിയന്തര നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. അതിന് മുന്നോടിയായി ആദ്യം ഈ നിർമ്മാണ കമ്പനി ചെയ്തത് ഒരു ചെറിയ പൊടി വിതറി അവിടെ ചെറിയ പാച്ച് വർക്ക് നടത്താനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ തീരില്ല എന്ന് ഇന്നലെ തന്നെ രാവിലെ മുതൽ തന്നെ നാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രി വലിയ തോതിൽ ടാറും അതുപോലെ തന്നെ മെറ്റലും ഒക്കെ നിറച്ചുകൊണ്ടുള്ള സ്ഥിതിയിലേക്ക് പോയി. പക്ഷേ അതുമാത്രം പോരാ, സുരക്ഷിതമായ ഈ പരിസരം, ഈ പ്രദേശം മുഴുവൻ സുരക്ഷിതമായിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ സോയിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ആവശ്യമെങ്കിൽ വേണ്ടി വന്നാൽ ഈ ഭാഗം പൊളിച്ചു നീക്കി പുനർനിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. രോഷ്നി, ഓക്കെ, ജെയ്സൺ ചാമവളപ്പിലാണ് പ്രദേശത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.